എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പഴമയുടെ ആരോഗ്യമായ ഞവരയരി കൊണ്ട് ഇഡലി ദോശയാണ് ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പിയായ ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആരോഗ്യപ്രദമായ ഒന്നാണ് ഞവരയരി. കുട്ടികൾക്ക് വെയിറ്റ് ഉണ്ടാകുന്നതിനൊക്കെ ഞവരയരി കൊടുക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഡൈജഷനൊക്കെ വളരെ നല്ലതാണ്. ഇതിനുവേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞവരയരി 1 കപ്പ്, 1/2 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടെ ഒന്ന് വെള്ളമൊഴിച്ച് 3-4 പ്രാവശ്യം കഴുകി നല്ല വെള്ളം ഒഴിച്ചിടാം. അരയ്ക്കാനെടുക്കുന്നതും ഈ വെള്ളം തന്നെയാണ്. ഒന്ന് മൂടി വയ്ക്കാം. നന്നായി കുതിർന്ന് വരണം. 8 മണിക്കൂർ കുതിരണം. ഞവരയരി ആഹാരമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. കർക്കിടകക്കഞ്ഞിയിലെ പ്രധാന അരി ഞവരയരിയാണ്. ത്വക്ക് രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. മുട്ടുവേദനയ്ക്കൊക്കെ ഞവരയരിയുടെ തവിടെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. 8 മണിക്കൂർ കഴിഞ്ഞു, നന്നായി കുതിർന്നു വന്നു. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ വെച്ച് കൊടുത്ത് ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുത്തു. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. മാവെല്ലാം അരച്ച് കഴിഞ്ഞു. ഇനി നന്നായി പുളിച്ച് പൊങ്ങി വരുന്നതിന് വേണ്ടി കൈവച്ച് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ രാത്രിയിലാണിത് മാവ് അരച്ച് വയ്ക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായി പുളിച്ച് വരും. 8 മണിക്കൂറെങ്കിലും ഇരിക്കണം. രാവിലെയായി കണ്ടോ, നന്നായി മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ചുടാൻ നേരമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ മാവ് ഒഴിച്ച് നന്നായി പരത്തി കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ സൈഡിലും മുകളിലുമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വലിയവർക്കും കുട്ടികൾക്കും ധൈര്യമായി കഴിക്കാവുന്ന ഒന്നാണ് ഞവരയരി കൊണ്ടുള്ള പലഹാരങ്ങളും ഞവരക്കഞ്ഞിയൊക്കെ. ക്രിസ്പിയായ ദോശ കിട്ടി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി കൂടെ ഒഴിച്ച് നന്നായി പരത്തി കൊടുത്ത് കുറച്ച് നെയ്യും ഒഴിച്ച് ക്രിസ്പിയായ ദോശ ചുട്ടെടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. മുകളിലും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്രിസ്പിയായ ദോശ റെഡിയായി. ഇനി ഇതേ മാവ് കൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലിയും ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇഡ്ഡലി മാവ് കോരി ഒഴിക്കാം. ഈ സമയം കൊണ്ട് സാമ്പാറും റെഡിയായി. ഒരു സവാളയും തക്കാളിയും വെളിച്ചെണ്ണയിൽ ഒഴിച്ച് വഴറ്റിയെടുത്തതാണ്. ചട്നി കൂടി അരയ്ക്കാം. ഇത് ഉഴുന്നുപരിപ്പ് വറുത്ത് പൊടിച്ച ചട്നിയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ക്രിസ്പിയായ ദോശയും സോഫ്റ്റായ ഇഡ്ഡലിയും റെഡിയായി. നമുക്ക് ഇഷ്ടമുള്ള ചട്നിയോ സാമ്പാറോ കൂട്ടി കഴിക്കാവുന്നതാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ക്രിസ്പിയായ ടേസ്റ്റിയും ഹെൽത്തിയുമായ ദോശ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.